രാജ്യത്തിന്റെ 15ാം രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തു. അധികാരമേറ്റു. പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എൻ.വി. രമണ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ईश्वर की शपथ लेती हूँ कि मैं श्रद्धापूर्वक भारत के राष्ट्रपति के पद का कार्यपालन करूंगी तथा अपनी पूरी योग्यता से संविधान और विधि का परिरक्षण, संरक्षण और प्रतिरक्षण करूंगी और मैं भारत की जनता की सेवा और कल्याण में निरत रहूंगी സ്ഥാനമൊഴിഞ്ഞ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷിയായി. നേരത്തെ അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പാർലമെന്റിലെത്തിയ ദ്രൗപദി മുർമുവിനെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചേർന്ന് സ്വീകരിച്ചു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് തന്റെ ശക്തിയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒഡീഷയിലെ പിന്നാക്ക ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര രാഷ്ട്രപതി ഭവനിലെത്തിയിരിക്കുന്നു. പിന്നാക്ക വിഭാഗക്കാർക്കും സ്വപ്നങ്ങൾ കാണാം, അതിന്റെ ഉദാഹരണമാണ് താനെന്നും രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാകുമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഷ്ട്രപതി പറഞ്ഞു. എം.ജി. മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ആ ചരിത്ര നിമിഷം കടന്നുപോയിരിക്കുന്നു. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ആദ്യം രാജ്യത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രസംഗിക്കുമ്പോൾ തന്നെ എന്താണ് തന്നെ ഇവിടെ എത്തിച്ചത്, എന്താണ് തന്റെ ലക്ഷ്യം എന്ന് രാഷ്ട്രപതി പറയുകയുണ്ടായി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാകുമെന്ന സന്ദേശമാണോ രാഷ്ട്രപതി നൽകുന്നത്? രേണുക, തീർച്ചയായും രാജ്യം 75ാം സ്വാതന്ത്ര്യദിനാഘോഷ വേളയിലാണ് ഇപ്പോൾ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ദ്രൗപദി മുർമു 15ാമത് ഇന്ത്യയുടെ പ്രസിഡന്റായി അല്പസമയത്തിന് മുമ്പ് സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തു. പ്രഥമ പ്രസംഗത്തിൽ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുന്നോട്ട് വെച്ചത് രാജ്യമർപ്പിച്ച വിശ്വാസമാണ് തന്റെ ശക്തി, ഒപ്പം തന്നെ തന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജം പകരുന്നത് ഇക്കാര്യം തന്നെയാണ്. കൂടാതെ ദളിതർക്കും സ്വപ്നം കാണാമെന്ന് തന്റെ ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ തന്റെ ജീവിതം അതിനുള്ള തെളിവാണ് എന്നുള്ള കാര്യവും പ്രഥമ പ്രസംഗത്തിൽ രാഷ്ട്രപതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കൂടാതെ എംപിമാർക്കും MLA-മാർക്കും താൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ വനിതാ ശാക്തീകരണമാണ് തന്റെ പ്രഥമ ലക്ഷ്യം. കൂടാതെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും ദളിതരുടെ ഉന്നമനത്തിനായും താൻ പ്രവർത്തിക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി താൻ മാറുമെന്നുള്ള ഒരു പ്രഖ്യാപനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തന്നെയായിരുന്നു പ്രഥമ പ്രസംഗത്തിൽ രാഷ്ട്രപതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രപതി ഓർമ്മിക്കുകയും ചെയ്തു. അവരുടെ പ്രതീക്ഷകൾ വേഗത്തിൽ നിറവേറ്റാൻ തനിക്ക് സാധിക്കുകയും ചെയ്യും. അംബേദ്കറുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇനി അങ്ങോട്ടുള്ളത്. കൂടാതെ തന്റെ നേട്ടം ഇതിന് ഉദാഹരണമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യും. കൂടാതെ യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രഥമ പരിഗണന നൽകും. ജനാധിപത്യത്തിന്റെ അഭിമാന നിമിഷമാണ് താൻ ഈ ഒരു നിമിഷത്തെ കാണുന്നത്. തന്റെ നേട്ടം ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ അവകാശത്തിനും ഉന്നമനത്തിനുമായി താൻ ഏതറ്റം വരെയും പോരാടും. യുവജനക്ഷേമവും വളരെ പ്രധാനമായ കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ വിപുലമായ കാര്യങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു തന്റെ പ്രഥമ പ്രസംഗത്തിൽ രാഷ്ട്രപതി പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം രാഷ്ട്രപതിക്ക് ആശംസ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 11:05 കൂടി രാഷ്ട്രപതി ഭവനിലേക്ക് ദ്രൗപദി മുർമുവും ഒപ്പം തന്നെ രാംനാഥ് കോവിന്ദും എത്തിച്ചേരുകയും ചെയ്തു. അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടിയാണ് രാഷ്ട്രപതി ഭവനിലേക്ക് ഇവർ എത്തുകയും ചെയ്തത്. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ഈ ചടങ്ങിന് ഔദ്യോഗിക പരിസമാപ്തിയാവുകയും ചെയ്തു. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി 75ാം
സ്വാതന്ത്ര്യ ആഘോഷങ്ങൾ നടക്കുന്ന വേളയിൽ പ്രഥമ വനിതയായി രംഗത്തെത്തുന്നു. അത്തരത്തിൽ വലിയ അഭിമാന നിമിഷം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇതുള്ളത്. ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾ അടക്കം വീക്ഷിക്കപ്പെടുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ലോകമെമ്പാടുമുള്ള നേതാക്കൾ ദ്രൗപദി മുർമുവിനെ ആശംസ അറിയിച്ച് നേരത്തെ തന്നെ രംഗത്ത് വരികയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള ആളുകൾ നേരത്തെ അഭിനന്ദന സന്ദേശം അയക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, വിശിഷ്ട വ്യക്തികൾ, പല രാജ്യത്തു നിന്നുള്ള ജനപ്രതിനിധികൾ അടക്കം ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയും ചെയ്തു. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി ഇനി ദ്രൗപദി മുർമു മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിന്റെ പുതിയ രാഷ്ട്രപതിയായി മാറുമ്പോൾ ഈ ദുർബല വിഭാഗങ്ങളുടെ അടക്കമുള്ള ശബ്ദമായി ഇനി രാഷ്ട്രപതി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയുള്ള പുതിയ വെല്ലുവിളികളടക്കം എങ്ങനെ രാഷ്ട്രപതി നേരിടുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ചരിത്ര നിമിഷം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായത്. രാഷ്ട്രപതി ഭവനിലേക്കുള്ള തന്റെ വരവ് എന്ത് സന്ദേശമാണോ നൽകുന്നത് അത് തന്നെയായിരിക്കും തന്റെ കർമ്മമണ്ഡലം എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ് രാഷ്ട്രപതിയിൽ നിന്നും ആദ്യം വന്നത്. MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.